കാലാവസ്ഥയുടെ വിവരങ്ങളുമായി അശ്വതി വിശ്വനാഥനാണ് ചേരുന്നത്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മൺസൂൺ വളരെ നേരത്തെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി കേൾക്കുന്നുണ്ട് നമ്മൾ. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് മലയാളത്തിൻ്റെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഏകദേശം സമയം 8 മണിയാവാറായില്ലേ? അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സ്കൂളിനെ പറ്റി ആലോചിക്കേ വേണ്ട. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ഒരു ദിവസത്തെ ക്ലൈമറ്റ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വൈകിക്കുന്നില്ല, നേരെ ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് പരിശോധിക്കുകയാണ്. ഇന്ന് പൊതുവെ കേരളത്തിൽ മഴയുള്ള ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. അതായത് ഈ ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അത് പറയാനുള്ള കാരണം ഈ തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടാൻ മറക്കരുത്. ഈ ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യാനും പാടില്ല. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മഴയുടെ ഒരു അവസ്ഥ. ഇനി നമ്മൾ ചൂടാണ് പരിശോധിക്കുന്നത്. മഴയൊക്കെ ആണെങ്കിലും ചൂടിന് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന താപനില എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ 35ഉം കോഴിക്കോട് 35 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില. രണ്ടാമതായി എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം, കോട്ടയം ജില്ലകളിൽ 34 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കേരളത്തിലെ മഴയുടെയും ചൂടിൻ്റെയും ഒക്കെ ഒരു അവസ്ഥ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയറായി, നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കാൻ മറക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഹർഷൻ ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ. സ്കൈ വാച്ചുമായി നാളെ കാണാം.